ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലോ നോ കോൺടാക്റ്റിലോട്ട് ആരുമായിക്കോട്ടെ, അവർക്ക് ഇപ്പോൾ നിങ്ങളോടുണ്ടായിരുന്ന ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അവർ അതേ രീതിയിൽ തന്നെയാണോ നിങ്ങളെ സ്നേഹിക്കുന്നത്? ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ തീർത്തും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ആ ഒരു പഴയ രീതിയിലുള്ള വൈബ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതായത് നിങ്ങൾക്കും ഈ ഒരു പേഴ്സണും ഇടയിലായിട്ട് ഒരുപാട് ബൗണ്ടറീസ്, അല്ലെങ്കിൽ കുറച്ച് ബൗണ്ടറീസ് അവർ കെട്ടിവെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങളെ അവർ എൻ്റർ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിന് ഒരു ക്ലാരിഫിക്കേഷൻ തരാനോ, അല്ലെങ്കിൽ ആ ബൗണ്ടറി ഫേസ് ചെയ്തിട്ട് നിങ്ങൾ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് അവിടെ നിന്നാൽ മതി, വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ കയറി വരണ്ട എന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്, ഇതിൽ വന്നിരിക്കുന്ന പേഴ്സന്റെ ഒരു എനർജി നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലെ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും അടുത്തൊരു ഹൃദയബന്ധമുള്ളവരാണെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഒരുപാട് അകന്നു പോയി എന്ന് അവരും ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്ന ഒരു അവസ്ഥയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടുതലായിട്ട് നിങ്ങളാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനെ ഓർത്തിട്ട് ഒത്തിരി ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു. നിങ്ങളുടെ എനർജീസ് അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തികളോ, അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസോ, അങ്ങനെ എന്ത് ചെയ്യുന്നവരും ആയിക്കോട്ടെ, പക്ഷെ പലപ്പോഴും നിങ്ങൾ ഓരോ പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ വാക്കുകൾക്കൊക്കെ ഇടയിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ തന്നെ ഓർക്കുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഓർമ്മകൾ ഒരു നൊസ്റ്റാൾജിയ പോലെ എപ്പോഴും നല്ല രീതിയിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ നമുക്കിവിടെ ഒരു ഫസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു കാർഡിൽ നിന്ന് തന്നെ ഏസ് ഓഫ് വാൻസിന്റെ കാർഡാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആവേശത്തോടുകൂടി, ഒരു എക്സൈറ്റ്മെന്റോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു പുതിയ തുടക്കമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി തന്നെ ആണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ പല രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഒക്കെ പോയൊരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആശ്വാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് കിട്ടി എന്നൊക്കെ പറയുന്ന പോലെ, അത്രയും ഒരു ആശ്വാസം എന്നോണം ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആകണം ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാന ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒക്കെ ഈ ഒരു പേഴ്സണ് വെറുപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവാം. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ഇത് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോകാൻ പാടില്ല എന്നൊരു തടസ്സമൊക്കെ ഉണ്ടാക്കിയ വ്യക്തികളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ എല്ലാം തീർച്ചയായിട്ടും ഒന്ന് ഡിഫെൻസ് ചെയ്ത് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എതിർത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റു വ്യക്തികളായിരിക്കാം, അവരുടെ ഒരു സിബ്ലിങ്സ് ആയിരിക്കാം, അപ്പം ആരുമാകാം. അപ്പൊ ഏത് രീതിയിലാണ് ആരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്സോ ആരുമാകാം. അപ്പൊ എതിർപ്പ് ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിലും അവരെയൊക്കെ എന്താ പറയുക, ഒരു വെറുപ്പിച്ചുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരോടൊക്കെ എതിർത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയതായിട്ട് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഇനി ഒരു പാസ്റ്റ് ടൈമിലാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെ, ഒരു നിർമ്മലമായ ഒരു സ്നേഹം തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിട്ടുള്ളതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും പലപ്പോഴും ആ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാകും. ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, അല്ലെങ്കിൽ ഒത്തിരി സാക്രിഫൈസ് ചെയ്തു, പലരെയും വെറുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് പലതും വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളും മനസ്സിലാക്കുന്നുണ്ടാകാം.
അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പോലും വെറുപ്പിച്ച് നിങ്ങളെ ഒപ്പം തന്നെ നിർത്തിയിട്ടുണ്ടാവാം. അപ്പോൾ പാസ്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ, പാസ്റ്റിൽ നടന്നതാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സണൽ എനർജി പ്രകാരം അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിന്റെ സ്വഭാവം വെച്ച് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഒക്കെ വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മിസ്റ്റേക്ക് ആയിട്ട് പറയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് അല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള വ്യക്തികളുടെ ഒരു വാക്കുകൾ കേൾക്കുക, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ പ്രേരണ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യവശാൽ ഇങ്ങനെ വന്നു പോവുകയോ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ ഈ ഒരു പേഴ്സൺ അല്ലാതെ ഇവർ കരുതിക്കൂട്ടി നിങ്ങളെ ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് വെച്ച് പോയ ഒരു വ്യക്തിയല്ല എന്നാണ് നമുക്ക് കാണുന്നത്. അതാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇട്ടിട്ട് പോയ ഒരു വ്യക്തിയല്ല. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങളെ വേണ്ട എന്ന് വെച്ചു പോയ ഒരു വ്യക്തിയെ അല്ല. കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, എന്ത് തന്നെ അവിടെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പൊ ആ ഒരു സാഹചര്യത്തിന്റെ ആ ഒരു പ്രഷർ കൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ മനസ്സുകൊണ്ട് അത്രത്തോളം താല്പര്യം ഇല്ലെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോയതിന്റെ ഒരു റീസൺ ആയിട്ട് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിക്കളഞ്ഞു എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിയും ചിലപ്പോൾ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളുമായിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് ഇരിക്കേണ്ടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരെ മാനസികമായിട്ട് ഒരുപാട് ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം എന്നാണ് കാണുന്നത്. അവർക്കും ഇത് ഒത്തിരി പെയിൻ നൽകുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഈ ഒരു ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്ത് വെക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് അവരെയും ഒത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെയും ഹേർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സാഹചര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും അവർ നിങ്ങളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല എന്നോർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്ന അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ സ്നേഹമാണ്, ഡീപ് ഫീലിങ്സ് ഉണ്ടെങ്കിൽ കൂടി അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയാതെ നിങ്ങളെ തടഞ്ഞു വെക്കുന്ന കൂടി ആ ഒരു വ്യക്തി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വളരെയധികം വിഷമം അവർ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അത്രത്തോളം വിഷമത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തിയെയും വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ പോലും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ചിലർക്ക് 1 year 2 year മുകളിലൊക്കെ ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ പോയിട്ടുണ്ടാവും. ആ ഒരു സെപ്പറേഷൻ തുടങ്ങിയ സമയങ്ങളിലൊക്കെ ആദ്യമൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു എങ്കിൽ പോലും പിന്നീട് ഇങ്ങോട്ട് വന്നു വരുന്ന സമയങ്ങളിൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് അത് മാറിപ്പോയിട്ടുണ്ടാവാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചിലപ്പോൾ ഇനി അഥവാ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് തീർത്തും ഒരു അന്യരായ 2 വ്യക്തികൾ സംസാരിക്കുന്ന പോലെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അങ്ങനെ പോയി ഹായ് ബൈ ഒക്കെ പറഞ്ഞു പോകുന്ന വളരെ ഒരു കാഷ്വൽ ആയിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന രീതിയിലായിരിക്കാം ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഇത്രത്തോളം ഒരു കാലപ്പഴക്കമായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ നടന്നിട്ട് പോലും ഇത്രത്തോളം ഒരു കാലം, ഇത്രത്തോളം ഒരു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് പകരം ഒരു വ്യക്തിയെ റീപ്ലേസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ചും നിങ്ങളുടെ മനസ്സിലും ആ ഒരു വ്യക്തിക്ക് പകരമായിട്ട് മറ്റൊരാളെ നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയ ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പല രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷെ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് മറ്റൊന്നിലേക്ക് ഒരിക്കലും പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്.
കാരണം ഇവിടെ നിങ്ങൾക്ക് ശക്തമായിട്ട് അറിയാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും യാതൊരു വിധത്തിലുള്ള തെറ്റുകളും ചെയ്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു അതിർവരമ്പ് വെച്ച് ഇപ്പോൾ അവർക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഒരു കാര്യമേ അവർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, വേറെ അവിടെ ഒരു ഓപ്ഷനും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മനസ്സ് തുറന്ന് ഈ ഒരു പേഴ്സണെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവർ അവരുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം വിഷമിക്കുന്നത് എന്ന് ചിന്തിക്കാനോ, അല്ലെങ്കിൽ ആ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒരുപാട് ഈ ഒരു സമയത്ത് വേദനിക്കുന്നുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ട് നിങ്ങളുമായിട്ട് ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അവർ തന്നെ ഒരു അതിർവരമ്പിട്ട് നിങ്ങളെ അടുത്തേക്ക് വരാൻ സമ്മതിക്കാതെ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു എനർജി, അപ്പോൾ ഇതെല്ലാം അവരെ വളരെയധികം ഹേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിലവിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു കാരണമാണോ നിങ്ങളെ തമ്മിൽ രണ്ടാക്കി മാറ്റിയത്, അല്ലാന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യമാണോ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തത്, അത് ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. ആ ഒരു പ്രശ്നം, ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റിയ ഒരു പേഴ്സൺ എന്തുമായിക്കോട്ടെ, അത് മാറിപ്പോയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും ആ ഒരു സാഹചര്യം മാറി എന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റിൽ നൗ അവിടെ നിൽക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, മാറിപ്പോയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സ്പിരിറ്റിൽ നിന്ന് മനസ്സിലാകുന്നത് പണ്ട് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹമല്ല ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരിയായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുക മാത്രമല്ല, നിങ്ങളോടൊരു പൊസസീവ്നെസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടേതായി തീരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എല്ലാ രീതിയിലും അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലേസ്, ആ ഒരു നിങ്ങളിരുന്ന ആ ഒരു സ്ഥലം അവർക്ക് ഇതുവരെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇനി ഒട്ട് കഴിയുകയുമില്ല എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ആണ് നമുക്ക് അവരുടെ ഒരു ഫീലിങ്സ് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു വളരെ ഫയർ എനർജിയാണ്, ഒരു പാഷനാണ്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വാല്യൂ അവർ തരുന്നുണ്ട്, വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ആവേശം, എക്സൈറ്റഡ് ആവുന്നു അവർ നിങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്കെ അവർ വളരെ എക്സൈറ്റഡ് ആവുന്നു. ആ ഒരു ആഗ്രഹമായിരിക്കാം, ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ഫീലിങ്സ്, അത് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതും ആ ഒരു കാർഡുകൾ, ലാസ്റ്റിലേക്കൊക്കെ വന്നിരിക്കുന്ന ആ ഒരു കാർഡുകളൊക്കെ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ്, റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നതുപോലെ തന്നെയുള്ള എനർജീസ് ആണ് കൊടുക്കുന്നത്. എല്ലാ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ ഉണ്ട്, അതൊന്നും ഒരിക്കലും മാറിയിട്ടില്ല. ഈ ഒരു സമയത്തും ആ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും അതിനെയെല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് വരണം. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഒരു ദിവസം എല്ലാം മറന്ന് ഒന്ന് വന്ന് ഉറങ്ങണം എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാം മറന്ന് നിങ്ങളുടെ കൂടെ ഒരു ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യണം എന്ന രീതിയിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ നിൽക്കട്ടെ, എല്ലാ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും എന്ത് വേണമെങ്കിലും ചുറ്റും നടന്നുകൊണ്ടിരിക്കട്ടെ, അല്ലെങ്കിൽ ഇതെല്ലാം അവിടെ ഒരു സൈഡിൽ നടക്കട്ടെ, ഇനി ഞാൻ ഇതൊന്നും നോക്കുന്നില്ല, എനിക്ക് ഈ ഒരു പേഴ്സന്റെ ഒപ്പം ഒരു റിലേഷൻ കെട്ടിപ്പടുക്കണം, അല്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റണം എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള ആരെയും അവർ ഈ ഒരു ടൈമിൽ കൺസിഡർ ചെയ്യുന്നില്ല, അവരുടെ ആ ഒരു ഫീലിങ്സ്, അതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്.
അതെല്ലാം പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് വേഗം വരണം, ഓടി വരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ഒരു ഫീലിങ്സ് ഒക്കെ അവർക്ക് വരുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആ ഒരു സമയം ഇവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഫ്രീഡമാണ്. അവരുടെ തന്നെ ഒരു ഫ്രീഡമാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഒരു ഫ്രീഡം, നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് പോലും ആ ഒരു ഫ്രീഡം ഇല്ലായ്മ തന്നെയായിരിക്കാം. അവർക്ക് സ്വതന്ത്രമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു അനുമതി കിട്ടേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എന്തൊക്കെയോ സിറ്റുവേഷനിൽ നിന്നോ ആളുകളിൽ നിന്നോ ആ ഒരു ഫ്രീഡം അവർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങളിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എന്തെങ്കിലും ഒരു ഡിസിഷൻ ഇവർ എടുക്കുമ്പോൾ പോലും അത് തടയാനായിട്ട്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട, അത് മുന്നോട്ട് പോകാനായിട്ട് സമ്മതിക്കാതെ നിൽക്കുന്ന കുറേയധികം വ്യക്തികൾ, പേഴ്സൺസ് ഇവിടെ ഉണ്ട്. അതാണ് ഇവർക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ടൊരു ഫ്രീഡം ഇല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ഇല്ലാത്തൊരു സംഭവം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇവിടെ അത്യാവശ്യമാണ് എന്നുള്ളൊരു കാര്യം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു സത്യവും ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ ഒരു സാഹചര്യം അല്ലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്നിലേക്ക് ഓടി വന്നേനെ എന്ന ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ചിന്തകളൊക്കെ അവർക്ക് വരുന്നുണ്ട്. അപ്പൊ പല വിധത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് ഇവർക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ കുറെ ആളുകളെ ഇവർ പേടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ സാഹചര്യങ്ങൾ ഇവർക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളായിരിക്കാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മാറി നിൽക്കാനും കുറെ ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് നിങ്ങളെ കൂടി ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിടാതെ മാറി നിൽക്കാനായിരിക്കാം അവർക്ക് സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യമാകാം, അതുമാകാം അവര് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു കാരണം. എങ്കിൽ പോലും ആ ഒരു എനർജി മാറ്റം ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് എത്രത്തോളം അവർ ആഗ്രഹിക്കുന്നു, എത്രത്തോളം അവർ വിഷമിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു 3 of Swordsന്റെ കാർഡൊക്കെ വന്നിരിക്കുന്നത്, അത് ഹൃദയം നുറുങ്ങുന്ന, ഹൃദയത്തിൽ വാള് കയറ്റുന്ന അത്രയും ഒരു വേദന അവർ അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഒരു 10 of Cups വരുമ്പോൾ വീണ്ടും അവരൊരു ന്യൂ ബിഗിനിങ് തന്നെ അതേ സമയത്ത് തന്നെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന കാർഡിൽ 10 of Cups ആണല്ലോ, അതുകൊണ്ട് തന്നെ ന്യൂ ബിഗിനിങ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്ന. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ മാറിപ്പോണം, ഒരു ഫാമിലി ആയിട്ട് നിങ്ങളെ അവർ കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഒരു മെയിൻ റീസൺ ആയിട്ട് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ കാർഡുകളിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പേഴ്സൺ വളരെ അന്ധകാരത്തിലായിരുന്നു, അല്ലെങ്കിൽ പ്രകാശമില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു ഇവരുണ്ടായിരുന്നതെന്നും ഇപ്പോൾ ഇവരുടെ ലൈഫ് ഒരു പ്രകാശത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രകാശമായിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നത് നിങ്ങളെ തന്നെയാണ്. അവരുടെ ലൈഫിന് ഒരു പ്രകാശം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നത് നിങ്ങളെ തന്നെയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പൊ അവരുടെ ആ ഒരു പ്രകാശം, ആ ഒരു ലൈറ്റ്, ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇരുട്ട് പിടിച്ച, അല്ലെങ്കിൽ മൊത്തം ഒന്നും ക്ലിയർ അല്ലാതെ കിടക്കുന്ന ആ ഒരു ലൈഫിൽ ഒരു വഴികാട്ടിയായിട്ട് പലപ്പോഴും നിന്നിട്ടുള്ളത് നിങ്ങളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളെ അവരുടെ ലൈഫിന്റെ ഒരു പ്രകാശമായിട്ട് കാണുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ ആ ഒരു സ്ഥാനം മറ്റാർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ തമ്മിൽ അകറ്റിയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തേതിനേക്കാൾ കുറെ കൂടി അവര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു അകൽച്ചയായിരിക്കാം നിങ്ങളുടെ വാല്യൂ ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കി കൊടുത്തത്, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർ മനസ്സിലാക്കി അതേ തുടർന്ന് കൂടുതൽ കുറച്ചും കൂടി ഒരു സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ടായി എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഒക്കെ വന്നിരിക്കുന്ന കാർഡുകൾ നോക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന 5 of Pentaclesന്റെ കാർഡ്, അത് മനസ്സിൽ അത്രത്തോളം ഒരു സ്നേഹമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊസസീവ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ അവരുടെ കൈവിട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കിയിരുന്നത് നിങ്ങളുടെ പേഴ്സൺ പണ്ടത്തെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, പണ്ടത്തേതിനേക്കാൾ ഉപരിയായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുമുണ്ടാവാം. അല്ലെങ്കിൽ അവർ മെസ്സേജ് ഒന്നും റിപ്ലൈ തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാമായിരിക്കാം എന്താണ് അതിൻ്റെ റീസൺ. അപ്പം ആ ഒരു റീസൺ അവർ മാത്രമല്ല അതിന് കാരണക്കാര് എന്നുള്ളതും നിങ്ങൾക്കറിയാം. അപ്പോൾ
കുറേയേറെ വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ ഒക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് ഉള്ള കാര്യവും നിങ്ങൾക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ അന്യോന്യം ഇത്രയും അധികം ഒരു സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും പലപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സൺ, അതോടൊപ്പം തന്നെ നിങ്ങളാണെങ്കിലും ആ ഒരു പേഴ്സണെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെ ആ ഒരു അട്രാക്ഷൻ, ആ ഒരു കണക്ഷൻ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻസും ചിലപ്പോൾ നടക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് തന്നെ പരസ്പരം ആ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടാകാം. ഏതൊരവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതൊരവസ്ഥയിലാണ് എന്നുള്ളത് അവരും മനസ്സിലാക്കുന്നുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ ഇന്നത്തെ സ്പ്രെഡിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1986 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ എക്സ്പെക്ട് മിറാക്കിൾസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത്, അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 32 മ്യൂസിക്. 1988 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 42 കിട്ടുന്നുണ്ട്. 2003 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് നെയിൽ. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂ പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. ടോക്കറ്റീവ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫുട്ബോൾ കളിക്കാനൊക്കെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. തിരുവനന്തപുരം ജില്ലയും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 32 നമുക്ക് കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ ലോങ് ഡിസ്റ്റൻസിലുള്ളവരായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. നമ്പർ 6 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ 38 നമുക്ക് കിട്ടുന്നുണ്ട്. 54. പിന്നെ നമുക്ക് ലെറ്റർ എഫ് ആണ് വന്നിട്ടുള്ളത്. ലെറ്റർ ഇസഡ്. വൈറ്റ് ബട്ടർഫ്ലൈസ്. ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഒത്തിരി വൈറ്റ് ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടാകാം. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 1 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 33 കിട്ടുന്നുണ്ട്. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള കളർ. 1987 വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാനുള്ള ചാൻസ് ഉണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു ക്ലൂ ലെറ്റർ എം ആണ് നമുക്ക് വരുന്നത്. അതുപോലെ 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. 2023 കിട്ടുന്നുണ്ട്. റീഡിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നു. ടുഡേ ഒരു പോസിബിലിറ്റിയാണ്. അതുപോലെ നമ്പർ 3 നമുക്കിവിടെ വരുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ യു ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക.